കുറച്ച് ആൾക്കാർ ചോദിക്കേണ്ടായി ഈ സ്ക്രിപ്റ്റിംഗ് എന്താണ്, സ്ക്രിപ്റ്റിങ്ങിനെ പറ്റി ഒരു വീഡിയോ ഇടാവോ എന്ന്. സോ ഇന്ന് ഈ വീഡിയോയിലൂടെ സ്ക്രിപ്റ്റിംഗ് എന്താണെന്നും സ്ക്രിപ്റ്റിങ്ങും ലോ ഓഫ് അട്രാക്ഷൻ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെന്നും സ്ക്രിപ്റ്റിംഗ് എങ്ങനെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് എഴുതാം അല്ലെങ്കിൽ നമ്മുടെ ലോ ഓഫ് അട്രാക്ഷനിലൂടെ യൂസ് ചെയ്യാമെന്നതും ഇത് എല്ലാത്തിനും കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ആണെന്ന് നിങ്ങൾക്കായി ഞാൻ ഒരുക്കിയിട്ടുള്ളത്. തുടക്കത്തിലേ പറഞ്ഞോട്ടെ, ഈ വീഡിയോ മുഴുവനും കാണുക. മുഴുവനും കാണുമ്പോഴേ മാത്രമേ നമുക്കിത് എങ്ങനെയാണ് എന്താണെന്ന് മനസ്സിലാവത്തുള്ളൂ. സോ വീഡിയോയിലേക്ക് പോകുന്ന മുന്നേ വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. ആ കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾക്ക് അംഗമാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ സാധിക്കും. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ ഫാമിലിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സാധാരണഗതിയിൽ സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു എസ്സേ എഴുതുന്നതോ ഇല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് എഴുതുന്നതോ അങ്ങനെയൊക്കെ നമുക്ക് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലോ ഓഫ് അട്രാക്ഷനിലൂടെ നമ്മുടെ ജീവിതം എങ്ങനെ ആയിരിക്കണമെന്ന്, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ വേണം, എങ്ങനെയൊക്കെ നമുക്ക് അച്ചീവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമ്മൾ തന്നെ നമ്മുടെ ലൈഫിനെ പറ്റി എഴുതുന്ന ഒരു സ്റ്റോറിയാണ് ലോ ഓഫ് അട്രാക്ഷൻ സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇതിനെ മറ്റൊരു പേരിലും കൂടെ അറിയപ്പെടും ഓട്ടോബയോഗ്രഫി. നമ്മളെപ്പറ്റി നമ്മൾ തന്നെ എഴുതുന്ന ഒരു രീതിയാണ് ഓട്ടോബയോഗ്രഫി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഏത് കാര്യത്തിലും അല്ലെങ്കിൽ ഏത് കാര്യം മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. എക്സാമ്പിൾ, നിങ്ങൾക്കൊരു കാർ വാങ്ങണോ, സ്ക്രിപ്റ്റിംഗ് എഴുതിക്കോ. നിങ്ങൾക്കൊരു ബൈക്ക് വാങ്ങാൻ ആഗ്രഹമുണ്ടോ, സ്ക്രിപ്റ്റിംഗ് എഴുതിക്കോ. ഇനി നിങ്ങൾക്കൊരു വീടാണ് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യണോ, സ്ക്രിപ്റ്റിംഗ് എഴുതിക്കോ. അതുമല്ല, ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പ് കുറച്ച് സ്ട്രോങ് ആവണോ, സ്ക്രിപ്റ്റിംഗ് എഴുതിക്കോ. നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടമുള്ളത് ആ തരത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാനായിട്ട് സാധിക്കും. ചില ആൾക്കാർ പറയുന്നുണ്ട്, എൻ്റെ ഫ്രണ്ട് ഇങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത്, സോ ഞാൻ അങ്ങനെ ഫോളോ ചെയ്യട്ടെ. അങ്ങനെയല്ല, നിങ്ങളുടെ ഇഷ്ടം എന്താണോ അത് അനുസരിച്ചായിരിക്കണം നിങ്ങൾ സ്ക്രിപ്റ്റിംഗ് തയ്യാറാക്കേണ്ടത്. എങ്ങനെയാണ് കൃത്യമായിട്ടും അല്ലെങ്കിൽ കറക്റ്റായിട്ട് സ്ക്രിപ്റ്റിംഗ് എഴുതാണ്ടതെന്ന് വരുന്ന ഒരു 5 സ്റ്റെപ്പിലൂടെ വളരെ വ്യക്തമായി മനസ്സിലാക്കുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. നന്ദി പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ ഈ സ്ക്രിപ്റ്റിംഗ് തയ്യാറാക്കണ മുന്നേ അല്ലെങ്കിൽ എഴുതാനായിട്ട് സ്റ്റാർട്ട് ചെയ്യണ മുന്നേ നിങ്ങൾ ഒരിടത്ത് ഇരിക്കുക, ഇരുന്ന് കണ്ണുകൾ അടച്ച് ശ്വാസത്തിൽ അല്പനേരം ശ്രദ്ധിച്ച് ഡീപ്പായിട്ട് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുക്കുക. എന്നിട്ട് ചിന്തിക്കണം, എന്തെല്ലാം കാര്യങ്ങൾ എനിക്കുണ്ട്, എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് എനിക്ക് ദൈവം തന്നിട്ടുള്ളതൊക്കെ ഒന്ന് ചിന്തിക്കുക. ഏതൊക്കെ തരത്തിലാണ് ഞാൻ നന്ദി പറയേണ്ടത്, എങ്ങനെയാണ് ഞാൻ നന്ദി പറയേണ്ടത്, ജസ്റ്റ് ഒന്ന് നിങ്ങളോട് തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. അങ്ങനെ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പം നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യും, ഉള്ളിലൊരു ആൻസർ വരും, ഒരു ഉത്തരം കിട്ടും. ഓരോ ആൻസറിനും നിങ്ങൾക്ക് എത്രമാത്രം ഡീപ്പായിട്ട് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് നന്ദി പറയാൻ പറ്റുമോ അത്രത്തോളം നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ എങ്ങനെ ഇരുന്നു എന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ആ ഗ്രേറ്റ്ഫുള്ളോട് കൂടി അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് കൂടി തന്നെ നിങ്ങൾ ഇരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് എല്ലാം ആ ഒരു വൈബ്രേഷൻ ഫ്രീക്വൻസി എല്ലാം നമ്മളെ ഗ്രാറ്റിറ്റ്യൂഡിലേക്ക്, ആ നന്ദി പറയുന്നതിലേക്ക് മാറും. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ നിങ്ങളുടെ ആ സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ നെഗറ്റിവിറ്റീസ് ഒന്നും വരത്തില്ല. നിങ്ങൾ പ്രസൻറ്റ് മൊമെൻറ്റിലായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ വളരെ ഹാപ്പിയും ആയിരിക്കും. പക്ഷെ വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, രണ്ടാമത്തെ സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് പ്രസൻറ്റ് ടെൻസിൽ രീതിയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സ്ക്രിപ്റ്റിംഗ് തയ്യാറാക്കേണ്ടത്. പ്രസൻറ്റ് ടെൻസ് എന്ന് പറയുമ്പം ഈ നിമിഷം നടക്കുന്നതായിട്ട് നമ്മൾ സ്ക്രിപ്റ്റിംഗ് തയ്യാറാക്കുക. ഈ 5 സ്റ്റെപ്പിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഏറ്റവും പ്രാധാന്യമുള്ള സ്റ്റെപ്പാണ് ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. കാരണം ഒരുപാട് ആൾക്കാർ മിസ്റ്റേക്ക് പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയാം. അതായത് ഒരു ചെറിയ എക്സാമ്പിൾ, നിങ്ങൾക്ക് കുറച്ച് പണം അട്രാക്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രിപ്റ്റിംഗ് തയ്യാറാക്കണത്, ഞാനിപ്പോൾ വലിയൊരു പണക്കാരനായി മാറി, എനിക്കിപ്പോൾ ഒരുപാട് പണം വരാൻ പോകുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ വളരെ സന്തോഷത്തിലേക്ക് വരാൻ പോകുന്നു, അതുപോലുള്ള ജീവിതം എനിക്ക് നൽകാൻ പോകുന്നതിന് എൻ്റെ പ്രപഞ്ചശക്തിക്ക് നന്ദി. ഇങ്ങനെയാണ് നിങ്ങൾ സ്ക്രിപ്റ്റിംഗ് തയ്യാറാക്കുകയാണെങ്കിൽ ഒരിക്കലും അത് നടക്കാൻ പോകുന്നില്ല. ദാറ്റ്സ് എ റോങ് തിങ്. അത് റോങ് ആയിട്ടാണ് നമ്മൾ എഴുതുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞതെല്ലാം പാസ്റ്റിനെ കുറിച്ചാണ് പറഞ്ഞത്, പാസ്റ്റിൽ നടന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. പക്ഷെ നമ്മൾ എഴുതാണ്ടത് എപ്പോഴും പറഞ്ഞു പ്രസൻറ്റിലായിരിക്കും എഴുതാണ്ടത്. ഇപ്പോൾ ഞാൻ പണക്കാരനാണ്, എനിക്ക് ധാരാളം പണമുണ്ട്, അതുപോലെ ഒരു അത്ഭുതമായിട്ടുള്ളൊരു ജീവിതം എനിക്ക് യൂണിവേഴ്സ് തന്നതിന് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ നന്ദി പറയുന്നു. ഇപ്പം ഞാൻ പറഞ്ഞത് എന്താ, ഇപ്പം ഈ നിമിഷം നടന്നുകൊണ്ടിരിക്കുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇതാണ് പ്രസന്റ് ടെൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രസന്റ് മൊമെന്റ്, അല്ലെങ്കിൽ ഈ നിമിഷം നടക്കുന്നതായിട്ട്. ഇതുപോലെയാണ് നമ്മൾ സ്ക്രിപ്റ്റിംഗ് തയ്യാറാക്കേണ്ടത്. ഇതെങ്ങനെ എഴുതാണ്ടതെന്ന് ഒരു ചെറിയ എക്സാമ്പിളോട് കൂടി പറയാം. ഒന്ന് ആലോചിക്കുക, നിങ്ങൾ ഫ്യൂച്ചറിൽ എങ്ങനെ ആയിരിക്കും, ഫ്യൂച്ചറിൽ നിങ്ങൾ എങ്ങനെയാണോ ആകാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ജസ്റ്റ് പ്രസന്റിൽ നടക്കുന്ന രീതിയിൽ ചിന്തിച്ചാൽ മാത്രം മതി. അങ്ങനെ എഴുതുക. ശ്രദ്ധിക്കുക, ആ മൊമെന്റ് ഫീൽ ചെയ്തുകൊണ്ടാണ് നമ്മൾ എഴുതേണ്ടത്. എത്രത്തോളം ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് ഉണ്ടോ അത്രയും കൊടുത്തുകൊണ്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. മൂന്നാമത്തെ സ്റ്റെപ്പ് സൂചിപ്പിക്കുന്നത്, നിങ്ങൾ എഴുതുന്ന സ്ക്രിപ്റ്റിങ്ങിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള വാക്കുകൾ ഉണ്ടായിരിക്കണം, വേർഡ്സ് ഉണ്ടായിരിക്കണം. സ്ക്രിപ്റ്റിങ്ങിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ
ആ സ്ക്രിപ്റ്റിങ്ങിലൂടെയാണ് വിഷ്വലൈസേഷൻ പ്രോസസ്സ് നമുക്ക് എടുക്കേണ്ടത്. നമ്മൾ ഇമാജിനേഷൻ ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ദൃശ്യവൽക്കരിക്കാൻ പോകുന്ന ഒരു കാര്യം എത്രത്തോളം റിയലാണോ അത്രത്തോളം റിയലായിട്ട് നമ്മൾ എഴുതണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഫ്യൂച്ചറിൽ ഒരു പണക്കാരനാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രസൻറ്റിൽ നമ്മൾ എഴുതുകയാണെങ്കിൽ നമ്മളിൽ എത്ര പണമുണ്ട് എന്ന് എഴുതുക. അതുപോലെ നമ്മൾ പണക്കാരനായി കഴിയുമ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയായിരിക്കണം, നമ്മൾ ഡ്രസ്സിങ് രീതി എങ്ങനെയായിരിക്കണം, നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ കാര്യങ്ങളും അല്ലെങ്കിൽ അനുഭവിക്കുന്ന ഓരോ നിമിഷവും എങ്ങനെയായിരിക്കണം, അത് വളരെ വ്യക്തമായി ഡീറ്റെയിൽഡ് ആയിട്ട് ഫീലിങ്സോട് കൂടി എഴുതുക. ശ്രദ്ധിക്കുക, ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ആക്യുറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് എഴുതി കഴിഞ്ഞാൽ വളരെ വേഗം മാനിഫെസ്റ്റേഷൻ നടക്കും. ഫോർത്ത് സ്റ്റെപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. സ്ക്രിപ്റ്റിംഗ് തയ്യാറാക്കുമ്പോൾ നമ്മുടെ ഇമോഷൻസ് ഉണ്ടല്ലോ, ഇമോഷൻസിനെ കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, സ്ക്രിപ്റ്റിംഗ് തയ്യാറാക്കുക. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, ലോ ഓഫ് അട്രാക്ഷൻ നമ്മൾ ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യുന്നതിൻ്റെ അല്ല ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു കാര്യം ഇമോഷൻസും ഫീലിങ്സിനും വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. കാരണം ഒന്നുകൂടെ പറയാം, നമ്മളെ ഫീലിങ്സും ഇമോഷൻസും എങ്ങനെയാണോ കൊടുക്കുന്നത് അതേ തരത്തിലായിരിക്കും നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് ആകർഷിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ അവ വിശ്വസിക്കുന്നത്. ഫീലിങ്സ് ആൻഡ് ഇമോഷൻസിനെ വെച്ച് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമുക്കിപ്പം റിച്ച് അല്ലെങ്കിൽ ഒരു പണക്കാരനാകാൻ നമ്മൾ ആഗ്രഹിക്കണമെങ്കിൽ, കുറച്ച് പണം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അട്രാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ എനിക്ക് 1,00,000 രൂപ എൻ്റെ കയ്യിലുണ്ട് എന്ന് നമ്മൾ പറയുന്നു. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഇപ്പോൾ എൻ്റെ കയ്യിൽ 1,00,000 രൂപ ഉണ്ട് എന്ന് ഒരു സെൻറ്റൻസ് നമ്മൾ പറയുന്നു. ഇനി ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് നമ്മൾ കൊടുക്കുമ്പോഴോ, വാവ് എൻ്റെ കയ്യിൽ 1,00,000 രൂപയുണ്ട്, ഐ എം സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ, ഈ 1,00,000 രൂപ എനിക്ക് തന്ന പ്രപഞ്ചശക്തിക്ക് ഞാൻ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് നന്ദി പറയുന്നു. ഓരോ നിമിഷവും ഞാൻ നന്ദിയുള്ളവനാകുന്നു. താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ്, താങ്ക് യു സോ മച്ച് ഗോഡ്. ഇങ്ങനെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫീലിങ്സും ഇമോഷൻസും കൊടുക്കാണ്ടേ. നമ്മുടെ ഈ പറഞ്ഞ രണ്ടാമത്തെ സെൻറ്റൻസ് ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് കൊടുത്തപ്പം എത്ര പവർഫുള്ളായി ആ ഒരു കാര്യം പറഞ്ഞതിൽ ആലോചിച്ച് നോക്കിയേ. അപ്പം ഇവിടെ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് ഫീലിങ്സ് ആൻഡ് ഇമോഷൻസിന്. ആയിരിക്കണം നമ്മുടെ സ്ക്രിപ്റ്റിങ്ങിലും എന്ത് ചെയ്യേണ്ടത്, ഫീലിങ്സ് ഇമോഷൻസ് ആഡ് ചെയ്യേണ്ടത്. അഞ്ചാമത്തെ സ്റ്റെപ്പ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അതിനെക്കുറിച്ച് മാത്രം ഇത് എഴുതി തയ്യാറാക്കുക. എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് മാത്രം സ്ക്രിപ്റ്റിങ്ങിൽ തയ്യാറാക്കുക. ഇവിടെ ഒരുപാട് ആൾക്കാർക്ക് മിസ്റ്റേക്ക് വരുന്നൊരു കാര്യമാണ്. എപ്പോഴും ഒരാൾ നെഗറ്റീവിനെ കുറിച്ച് മാത്രമേ ചിന്തിക്കത്തുള്ളൂ. അപ്പം സ്ക്രിപ്റ്റിങ്ങിൽ തയ്യാറാക്കുന്നത്, സ്ക്രിപ്റ്റിങ്ങിൽ എഴുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും നെഗറ്റീവുള്ള ഒരാളാണ്, സോ എനിക്ക് നെഗറ്റീവ് മാറ്റണം എന്ന തരത്തിലാണ് നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് എ റോങ് തിങ്. അത് തെറ്റായ രീതിയിലാണ് സ്ക്രിപ്റ്റിംഗ് തയ്യാറാക്കുന്നത്. നമ്മൾ എങ്ങനെ എഴുതേണ്ടത്, ഓൾവേസ് എപ്പോഴും ഞാൻ വളരെ പോസിറ്റീവാണ്, എപ്പോഴും ഞാൻ വളരെ സന്തോഷവാനാണ്, എപ്പോഴും ഞാൻ അനുഗ്രഹീതനാണ്, ഈ തരത്തിലാണ് പോസിറ്റീവായിട്ട് നമ്മൾ എഴുതേണ്ടത്. എന്താ, എനിക്ക് ആവശ്യം പോസിറ്റീവായിട്ട് ഇരിക്കുവാനും സന്തോഷത്തോടെ ഇരിക്കുവാനാണ് ആവശ്യം. അവിടെ നമ്മൾ പറയുന്നത് എന്താ, ഞാൻ ഓൾവേസ് നെഗറ്റീവാണ്, ആ നെഗറ്റീവ് എനിക്ക് മാറ്റണം. ആ വേർഡ് യൂസ് ചെയ്യുമ്പോൾ അത് വീണ്ടും ആ നെഗറ്റീവ് എന്ന കാര്യത്തെ അട്രാക്ട് ചെയ്യുന്നതാണ്. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കിയാലോ, ഞാൻ വളരെ ദേഷ്യമുള്ള ഒരാളാണ്, എനിക്ക് എപ്പോഴും ആംഗ്രി മൂഡാണ് വരുന്നത്, എപ്പോഴും ദേഷ്യപ്പെടുന്നു. സോ ആ ദേഷ്യം മാറ്റാനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, സ്ക്രിപ്റ്റിംഗ് തയ്യാറാക്കുക. അപ്പോൾ അവിടെ ദേഷ്യം മാറാനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ആ ദേഷ്യം വീണ്ടും വീണ്ടും അട്രാക്ട് ചെയ്യുന്ന. അപ്പോൾ എന്താ പറയണം, ഞാൻ ഒരു പീസായിട്ടുള്ളൊരു മനുഷ്യനാണ്, ഞാൻ എപ്പോഴും സമാധാനം അട്രാക്ട് ചെയ്യുന്നു, ആ തരത്തിൽ ഞാൻ എപ്പോഴും സന്തോഷമാണ്, ആ തരത്തിലാണ് നമ്മൾ എഴുതേണ്ടത്. അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത്, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് മാത്രം ചോദിക്കുക, അതിനെക്കുറിച്ച് മാത്രം സംസാരിക്കുക, അത് മാത്രം എഴുതുക. നമുക്ക് വേണ്ടാത്തതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാനേ പോകണ്ട, പറയാനേ പോകണ്ട, ഒന്നും വേണ്ട. നമുക്ക് വേണ്ടത് മാത്രം ഫോക്കസ് ചെയ്യുക. ദ ഫോക്കസ് ഗോസ് എനർജി ഫ്ലോസാണ്. നിങ്ങൾ എവിടെയാണോ ഫോക്കസ് ചെയ്യുന്നത് അവിടെ എനർജി ഫ്ലോ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഈ സ്ക്രിപ്റ്റിംഗ് എന്താണെന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി യൂസ് ചെയ്തുകൊണ്ട് വാട്സപ്പ് ഫാമിലിയിൽ വന്ന് നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിക്കാം. ഇഷ്ടമായാൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും ദൈവത്തിൻ്റെയും പ്രപഞ്ചശക്തിയുടെയും ബ്ലെസ്സിങ്സ് ഉണ്ടാവട്ടെ. എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമ്പത്ത് സമൃദ്ധിയും ആരോഗ്യവും ഉണ്ടാവട്ടെ. താങ്ക് യു.